ഹായ്, ഇന്ന് നമുക്ക് സുഖീൻ ഉണ്ടാക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 കപ്പ് ചെറുപയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൂടി പോകണ്ട. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇടാം. ഇനി നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുപയർ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. 3 മണിക്കൂർ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കൂടുതൽ നേരം വേവിച്ചെടുത്താൽ മതി. ഇനി പയറൊന്ന് ആറുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അവിലിടാം, 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. ഇനി നമുക്ക് ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കണം. അതായത് നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമ്മൾ ഒഴിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ വേണ്ട, നമുക്ക് കുറച്ച് കുറച്ചായി ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമുക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പം നമുക്കിനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കണം. ഇത്രയും മതി. അപ്പോൾ നമ്മളിതെല്ലാം ഉരുട്ടി ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. അപ്പോൾ നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന പയർ നമുക്ക് ഈ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ഇനി നമുക്കിത് തിരിച്ചിടാം. ഇപ്പോൾ നമ്മുടെ സുഖീനായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. നമ്മൾ കോൺഫ്ലവർ ഇടുന്നത് ഇതുപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിന് പകരം അരിപ്പൊടി ഇട്ടാലും മതി. ബാക്കിയുള്ളതും കൂടി നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സുഖീൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, മറന്നു പോകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.